ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്, പിന്നെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ മിക്സിയിൽ ഒരു ജാർ എടുക്കുക. എന്നിട്ട് അതിലോട്ട് 1/2 കപ്പ് ചെറിയുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 25 മുതൽ 30 വരെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു തുടം വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 കിലോ ബീഫിലേക്കുള്ള ചേരുവകളാണ് കേട്ടോ. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെയാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള പൊടി തന്നെയാണ് കേട്ടോ. അത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലോട്ടൊരു 5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ നല്ല ടേസ്റ്റ്. ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ പച്ചച്ചുവെല്ലാം മാറിക്കഴിഞ്ഞ് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അതുവരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഈ മസാല വഴറ്റിയെടുക്കുന്നതിൽ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അതിലൊക്കെയാണ് നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 6 മുതൽ 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കുക്കറിലാണ് ബീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വിറകടുപ്പിൽ ബീഫൊക്കെ മൺകലത്തിൽ വേവിച്ചിട്ട് നല്ല ഇരുമ്പ് ചട്ടിയിലൊക്കെ റോസ്റ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം മിക്സിയിൽ അരച്ചു വന്നിട്ട് ഇപ്പോൾ എണ്ണയിലൊക്കെ വഴറ്റിയെടുത്തിട്ടുള്ള പേസ്റ്റാണ് ഇപ്പോൾ ഞാൻ ബീഫിലോട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചപ്പോൾ അതിൽ കുറച്ച് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ട് ഈ പാനിലോട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് കഴുകിയതിന് ശേഷം 1.5 മണിക്കൂർ വെള്ളം വാലാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ബീഫിലോട്ട് അധികമൊന്നും വെള്ളം ചേർക്കണ്ട കേട്ടോ, കാരണം നമ്മൾ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫിലെ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷം വേണം കുക്കറിലേക്കൊക്കെ ഇട്ട് വേവിക്കാൻ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 8 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കുക. അപ്പോഴേക്കും എൻ്റെ ബീഫ് വെന്ത് കിട്ടും. പിന്നെ കുക്കറിലെ ആവിയെല്ലാം പോയതിന് ശേഷമാണ് തുറക്കാറ്. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വേണം നമ്മൾ ബീഫ് വേവിക്കാൻ. ഓരോ കുക്കറിനും അതിൻ്റേതായ രീതിയിൽ വ്യത്യാസം വരും. പിന്നെ ബീഫിൻ്റെ വേവിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉള്ളൂ കേട്ടോ. നല്ല ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വറ്റിച്ച് കളയണം. അപ്പോൾ റോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. ഞാനൊരു ചെറിയ കഷ്ണം തേങ്ങയുടെ പീസ് എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 1/2 കപ്പോളാണ് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഈ തേങ്ങാക്കൊത്തൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങാക്കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇപ്പോൾ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര കറിവേപ്പില ഇട്ടാലും അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടേ ചെയ്യുള്ളൂ. കറിവേപ്പില ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഗ്രേവിയോട് കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നല്ല ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വറ്റിച്ച് കളയണം കേട്ടോ. ഇതിപ്പോൾ അധികം ഗ്രേവിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് റോസ്റ്റാക്കി എടുക്കണം. പിന്നെ ഡ്രൈ ആയി വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി റോസ്റ്റാക്കി എടുക്കാൻ. ഇതുപോലെ നല്ലൊരു ഡാർക്ക് കളറാവുന്നത് വരെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. പിന്നെ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി കുരുമുളക് ക്രഷ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിനി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. കണ്ടില്ലേ, നമുക്ക് എന്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ബീഫ് റോസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാടൻ ചോറിൻ്റെയും ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയി തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഫുൾ വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.